Hi guys. Yesterday there was a question towards me like, you are a nurse. You are simply a nurse. Then you have to obey the orders of doctors. Then why you are doing like നമ്മൾ അതിനേക്കാൾ ഓവർ ആയിട്ട് എന്തിനാണ് ചെയ്യുന്നത്? എന്തിനാണ് അതിനേക്കാൾ ഓവറായിട്ട് ചെയ്യുന്നത്? എന്തിനാണ് അതിനേക്കാൾ ഓവറായിട്ട് സജഷൻസ് കൊടുക്കുന്നത്? And it was a question from my best friend. I used to give ideas to people. ഐഡിയാസ് കൊടുക്കും. അപ്പോൾ ഈ ഐഡിയാസ് വെറുതെ കൊടുക്കുക. നമ്മൾ ലക്ഷങ്ങൾ വിലയുള്ള ഐഡിയാസ് ആയിരിക്കും കേട്ടോ. എനിക്ക് ജീവിതത്തിൽ പറ്റിയ ഒരു ഐഡിയ അല്ല, ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ഈ ഐഡിയാസ് യൂസ് ചെയ്ത് ആൾക്കാർ ഗ്രോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ലെറ്റ് ദം ഗ്രോ. അപ്പോൾ എന്തെങ്കിലും ഭഗവാൻ എനിക്കും കുറച്ച് തരുന്നുണ്ട് എന്ന് വിചാരിക്കാം. അതായത് ഒരു 3 days ബിഫോർ ഒരു വലിയ പ്രോബ്ലം പോലീസ് ഓഫീസേഴ്സ്, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ട്രൈ ചെയ്തു. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം. ഞാൻ രാമായണത്തിലെ ഒരു കാര്യം വെച്ചിട്ട് ഒരൊറ്റ വേർഡ്, വൈ രാമ കിൽഡ് രാവണ, ഐ സേവ്ഡ് 3 people ബൈ യൂസിങ് ദാറ്റ് വേർഡ്. അപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഭഗവാൻ കുറച്ച് കാര്യങ്ങൾ തരും. ലൈക്ക് നീ ഇവിടെ പോവും അങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് പ്രൈസിങ് മീ ആർ ഞാൻ സംതിങ് ആണെന്ന് പറയാനല്ല. ഞാനിപ്പോൾ ഒരു ഡോക്ടറെ കൂടെ നിൽക്കുകയാണെങ്കിൽ, അപ്പോൾ ആ ഡോക്ടർ പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ കണ്ണടച്ചിട്ട് പറയും, ഡോക്ടർ ഇറ്റ്സ് മേ ബി ദർ ഇസ് എ ചാൻസ് ഓഫ് സോഡിയം കുറഞ്ഞതാവോ, ദർ ഇസ് ഇത് യൂറ്റയുടെ ആവോ, ആൻഡ് ദർ ഇസ് ലൈക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആവോ, അൽഷിമേഴ്സ് ആവോ, ഡിമെൻഷ്യ ആവോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആ സിംറ്റംസ് വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഐ ഡോണ്ട് വോണ്ട് ടു ഷോ എനിബഡി ദാറ്റ് ഐ ആം മച്ച് ആൻഡ് മോർ educated and I have knowledge more than a doctor. It's not like that. I went through a pathetic situation like my spine was in the shape of yes, and ഒരു 15 വർഷത്തേക്ക് മുമ്പ് വളഞ്ഞ സ്പൈനാണ്. അപ്പം ഐ യൂസ് ടു ടേക്ക് ഫിസിയോതെറാപ്പി എവറി വീക്ക് ഫോർ സിവിയർ പെയിൻ. കഴുത്തിൽ സ്പോണ്ടൈലൈറ്റിസ് ഉണ്ട്, സ്റ്റീനോസിസ് ഉണ്ട്. ഞാനതൊരു സ്വിച്ച് വേർഡ് ഉപയോഗിച്ചാണ് അതെല്ലാം മാറ്റി രക്ഷപ്പെട്ടത്. ദൈവപ്രഭാവം ആഗമനം. ആർക്കെങ്കിലും എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ 21 days ടുവേഴ്സ് സണ്ണ് നമ്മളത് ഈ വാക്ക് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നിരിക്കും. അപ്പോൾ എന്നോട് ചോദിക്കും, ഞാൻ വിചാരിച്ച കാര്യം എന്താ നടക്കാത്ത? ഐ നീഡ് സം സ്ട്രഗിൾസ് ടു അണ്ടർസ്റ്റാൻഡ് അതർ സ്ട്രഗിൾസ്. എനിക്ക് കുറച്ച് സ്ട്രഗിൾസ് വേണം എന്നാലേ നൗ ഇറ്റ്സ് ഫിനിഷ്, ഈ ത്രഷോൾഡ് കഴിഞ്ഞു, ഇനി സ്ട്രഗിൾസ് വന്ന് ചത്തുപോകും, അതുകൊണ്ട് വേണ്ട. അപ്പം ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ സ്ട്രഗിൾസ് ബിക്കോസ് ദാറ്റ്സ് വൈ ഞാനൊരു 3-4 പേരെ 2 ദിവസം മുമ്പേ ഒരു ഇരുട്ട് മുറിക്കകത്ത് കണ്ടു. അവരെ രക്ഷിക്കാൻ ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് തലവേദന എടുത്ത് വെക്കണ്ട എന്നാണ്. പക്ഷേ ഒറ്റയ്ക്കായി പോയ ഒരാളാണ്, അതുകൊണ്ട് ഭീകരത ഒരുപാട് അനുഭവിച്ച ഒരാളാണ്. സിംഗിൾ മദേഴ്സ് എന്തൊക്കെ, അല്ലെങ്കിൽ ഡിവോഴ്സീസ് എന്തൊക്കെ അനുഭവിക്കുന്നു വളരെ തീവ്രമായി അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ വേറൊരാൾ ഒറ്റപ്പെടുന്ന എനിക്ക് സഹിക്കത്തില്ല, പ്രത്യേകിച്ചും സ്ത്രീകൾ, വയസ്സായവർ. ഐ വിൽ ഫൈറ്റ് മൈ മാക്സിമം. അതെൻ്റെ ജീവൻ അപകടത്തിലാക്കിയാലും ഐ ഡോണ്ട് കെയർ. എൻ്റെ കുട്ടി 10th ക്ലാസ്സിലായി, അവൻ്റെ അപ്പൻ നോക്കുന്നുണ്ട്, അവിടെ നോക്കാൻ ആൾക്കാരുണ്ട്, വേറെ ആരും അങ്ങനൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇങ്ങനെ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഡയഗ്നോസിസോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇത് ചെയ്യുന്നു പറയാൻ കാരണം, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മരുന്നുകൾക്കും രോഗങ്ങൾക്കും ചിലവാക്കുന്ന പൈസ കൊണ്ട് ദാരിദ്ര്യത്തിലായിപ്പോയ ഒരുപാട് ജനങ്ങളെ എൻ്റെ നേഴ്സിംഗ് കരിയറിൽ ഞാൻ കണ്ടിട്ടുള്ളത്. സോ ഐ യൂസ് ടു ഗീവ് പീസ് ഓഫ് അഡ്വൈസ്. എങ്ങനെ നിങ്ങൾക്ക് ആശുപത്രി ചിലവുകൾ കുറയ്ക്കാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ലക്ഷങ്ങൾ, 10-20 ലക്ഷങ്ങൾ വരെ ചിലവാക്കേണ്ട സന്ദർഭങ്ങൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അവർ വീട്ടിനകത്ത് ആ സെറ്റപ്പ് ഒരുക്കി സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, എൻ്റെ സ്കോളിയോസിസ് 10 വർഷം ഞാൻ പലയിടത്ത് പോയി 100 ഓർത്തോ പോയിട്ടും കണ്ടുപിടിച്ചില്ല.
ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കീഴിൽ 6 വർഷം ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തു. ആ ഫിസിയോതെറാപ്പിസ്റ്റ് ഹി വാസ് എ ഡോക്ടർ. അവരും കണ്ടുപിടിച്ചില്ല. ലാസ്റ്റ് ഞാൻ നഗരത്തിലെ ഫേമസ് ആയ ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല പുറംവേദനയുണ്ട് സാർ, സംതിങ് സീരിയസ് എന്തോ എൻ്റെ പുറകിലുണ്ട്. ഒരു കാര്യം, ഇപ്പോൾ ഗൈനക് നേഴ്സ്, മിഡ് സർജൻ നേഴ്സ് എന്നില്ല, നമ്മൾ എല്ലായിടത്തും ഉണ്ട്, സർവ്വവ്യാപികളാണ്. സോ പ്രൗഡ് ടു ബി എ നേഴ്സ്. അപ്പോൾ എന്നുവെച്ചാൽ ഡോക്ടേഴ്സിൻ്റെ അത്ര വരുമെന്ന് ചോദിച്ചാൽ ഇല്ല. യു കെയിലാണെങ്കിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഡോക്ടറും എന്നെ വഴക്ക് പറഞ്ഞു, അവിടെ ഒന്നുമില്ല, ഇതെല്ലാം യുവർ പ്രോബ്ലംസ് ബിക്കോസ് യു ആർ സിംഗിൾ, ദാറ്റ്സ് വൈ. സിംഗിൾ ആയിരിക്കുന്നവർക്കൊക്കെ എന്തോ പ്രോബ്ലംസ് ഉണ്ടല്ലോ അത്. സോ ഞാൻ എൻ്റെ റിസ്കിൽ എനിക്ക് നല്ല സംശയം തോന്നി. കാരണം 6 വർഷമായിട്ട് ഞാൻ ഫിസിയോ എടുക്കുക, അകത്തൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ. ഗ്യാബാപെൻഡിൻ എന്നൊരു ഗുളിയുണ്ട്, അത് കഴിച്ചാൽ ഉറക്കം വരും, എനിക്കത് കഴിക്കാൻ വയ്യ. ഞാൻ നേഴ്സസിനെ ഫാർമക്കോളജി കൂടുതൽ പഠിപ്പിക്കാറില്ല, കാരണം ഫാർമക്കോളജി പഠിപ്പിച്ചാൽ നമ്മൾ മരുന്നുകൾ കൊടുക്കത്തില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് ഒരു എക്സ്റേ എടുത്തപ്പോഴാണ് അതിനകത്ത് സിവിയർ സ്കോളിയോസിസ്. ഈ 10 വർഷത്തിനുള്ളിൽ 2ാമത്തെ വർഷം കണ്ടുപിടിച്ചെങ്കിൽ എനിക്ക് പ്ലാസ്റ്റർ കാസ്റ്റ് ഇട്ട് രക്ഷപ്പെടാമായിരുന്നു, ഫർദർ വരത്തില്ല. അതെൻ്റെ കരിയർ നശിപ്പിച്ചു, എൻ്റെ ഫാമിലി നശിപ്പിച്ചു. ഞാൻ ഒറ്റയ്ക്കായി. കാരണം ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു സീ മൈ പെയിൻ. എൻ്റെ വേദനകൾ മറ്റൊരാൾ കാണുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു, പ്രത്യേകിച്ചും എൻ്റെ വീട്ടിനുള്ളിൽ. സോ ഞാൻ ഒറ്റയ്ക്കായി നിന്ന് ഈ ദൈവപ്രഭാവം ആഗമനം എന്ന വാക്ക് പറഞ്ഞ് ഇപ്പോഴാണ് ഞാനൊന്ന് സ്റ്റാൻഡായിട്ടൊന്ന് നിന്നു തുടങ്ങിയത്. അപ്പോൾ ഈ 10 വർഷം എനിക്കൊരു 18 ലക്ഷം രൂപയുടെ ലോസ് ഉണ്ടായി. എൻ്റെ ഒരു കുറേ സ്വർണം പോയി, എൻ്റെ വസ്തുവകകൾ പോയി, ഞാനത് എണ്ണാൻ തുടങ്ങി. മനസ്സിലായോ? അത് പലരും ആസ്വദിച്ചു, സഹായിക്കാൻ വന്നു കേട്ടോ. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് സഹായിക്കാൻ റീസെൻ്റായിട്ട് വന്നൊരു സ്ത്രീയുണ്ട്. ഞാൻ അവരെന്തെങ്കിലും വെളിച്ചത്ത് കൊണ്ടുവരും. ഈ കോടികളുള്ളവരുടെ ഞാൻ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ തന്നില്ല. പക്ഷെ 20 ലക്ഷം രൂപ കടമുള്ള ഒരു സംസ്കാരമുള്ള സ്ത്രീ അവരെന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാനത് പിന്നെ പറയാം, അതൊക്കെ പിന്നെ പറയാം, ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് പറയാം. അപ്പോൾ ഈ 18 ലക്ഷം രൂപ എൻ്റെ ജീവിതവും പോയത് എന്താ? പ്രോപ്പറായിട്ടൊരു ഡയഗ്നോസിസ് ഇല്ലാത്തത് കൊണ്ടാണ്. രോഗം സമയത്ത് കണ്ടുപിടിച്ചില്ല. തൈറോയ്ഡ് ക്യാൻസർ വന്നു എനിക്ക്. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ തൈറോയ്ഡ് ക്യാൻസർ വരും. റീസെൻറ്റ് റിസർച്ചസ് പറയുന്നത് വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടാണ് എനിക്ക് ഇത് വന്നത്. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു രോഗിയെ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അയാളുടെ ധനനഷ്ടം, അയാൾ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുമോ എന്നാണ് എനിക്ക് വരുന്നത്. എനിക്ക് പേടിയാവും. സോ ഡോക്ടർ ഡയഗ്നോസിസിന് തുടങ്ങും മുമ്പേ ഞാൻ ഇതെല്ലാം എടുത്ത് പെറുക്കിയിടും. സോ ഇഫ് ദേ ആർ ഗെറ്റിംഗ്, ചെറിയ ഡോക്ടേഴ്സ് ആണെങ്കിൽ കേട്ടോ, ഇഫ് ദേ ആർ ഗെറ്റിംഗ് സംതിങ് ഫ്രം ദാറ്റ്, ബിക്കോസ് ഞാൻ ആയിരക്കണക്കിന് ആളുകളെ കാണുന്നതാണ്, ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ദാറ്റ് പേഷ്യൻറ്റ്. ആ പേഷ്യൻറ്റിന് അത് പ്രയോജനപ്പെടും. പലതരം ഇൻവെസ്റ്റിഗേഷനിലോട്ടോ പലതരം പൈസ ചെലവുകളിലോട്ടോ അത് പോകുന്നില്ല. സോ ഐ വോണ്ട് ടു സേവ് ദാറ്റ് പേഴ്സൺ. എൻ്റെ രാജ്യം ഒരു പട്ടിണി, എൻ്റെ കേരളം ഒരു പട്ടിണി രാജ്യമായി മാറാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പല വീടുകളിലും കണ്ടിട്ടുള്ളതാണ്. വളരെ ബുദ്ധിയുള്ള പ്രബുദ്ധരായ മലയാളികളാണ്. പക്ഷെ നമ്മൾ തിന്നുന്നത് മൊത്തം 30 ദിവസം ചട്ടിയിൽ, ഞാൻ ഉൾപ്പെടെ ചട്ടിയിലിട്ട് വെളിച്ചെണ്ണയിലുണ്ടാക്കിയ വടയും ഒക്കെയാണ്. ആർക്കെങ്കിലുമൊക്കെ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ച ഒരാളാണ് ഞാൻ കേട്ടോ ജീവിതത്തിൽ. എനിക്ക് ഒരു കൊളസ്ട്രോൾ ഇതുവരെ വന്നില്ല, ഇനി വരുമെന്ന് അറിയത്തില്ല. വെളിച്ചെണ്ണ മാത്രം, വേറൊരു ഓയിൽ ഞാൻ ഉപയോഗിക്കത്തില്ല, പാചകത്തിന് പോലും ഉപയോഗിക്കത്തില്ല. അത് വേറെ പാട്ട്. ഇതെൻ്റെ ഒരു പ്രശ്നം, അവിയലായിപ്പോവും. അപ്പോൾ ഒന്ന് പറയുമ്പോൾ വേറൊന്നും ഓർമ്മ വരും. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്നത് പലയിടത്തും തെറ്റായി വന്നിട്ടുണ്ട്. വെറും B12 ഡെഫിഷ്യൻസിക്ക് ICUവിൽ പോയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പൂച്ചമുടി വയറ്റിനുള്ളിൽ പോയി 15 ലക്ഷം പോയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ നമുക്ക് പല വൈറ്റമിൻ, ഇപ്പോൾ D ഡെഫിഷ്യൻസി, തൈറോയ്ഡ് ക്യാൻസർ വന്നപ്പോൾ ഇത്രയും കാശ് പോയി. അപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കൊണ്ട് അസുഖം വരാമെന്ന് നിസ്സാരം. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, 18 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ അവൻ നമ്മളെ കൊല്ലും. ഞാനത് ശരിയാണോ എന്ന് നോക്കാൻ എൻ്റെ കുട്ടിയെ തന്നെ ഇരുത്തി ഡെയിലി ഒരു 10 മണിക്കൂറൊക്കെ ചിലപ്പോൾ TV കാണാറുണ്ട്. ഇങ്ങനെ 10 മണിക്കൂർ TV കാണുന്ന കുട്ടികളിൽ അക്രമവാസന വരും. അവരിൽ എമ്പതി സിമ്പതി ഇല്ലാതാവും.
നമ്മൾ നെഞ്ച് വേദനിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നീങ്ങി നടക്കാൻ പറയും. അവർ ടേക്ക് കെയർ ചെയ്തില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരൊറ്റ കുട്ടി പോലും മെഡിക്കൽ പ്രൊഫഷനിലോട്ട് താല്പര്യമുള്ള ഒരു മനുഷ്യർ പോലും ഇല്ല. നമ്മുടെ ഉള്ളിൽ കുറച്ച് സിമ്പതി എമ്പതി ഉണ്ടെങ്കിലല്ലേ നമ്മൾ അതിന് പോകത്തുള്ളൂ. സോ അതിൻ്റെ റീസൺ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺസ് സ്നാച്ച് ചെയ്ത് നമ്മൾ പിടിച്ചു വാങ്ങിച്ച് ഇവർ അക്രമകാരികളായി മാറുക. അതിന് ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ആളുടെ സഹായം എടുക്കാം. പക്ഷേ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ മുമ്പ് കൊണ്ടിരുത്തും. ആൻഡ് പല കുട്ടികൾക്കും ബൈപോളർ മൂഡ് ഡിസോർഡറിനുള്ള മരുന്ന് കൊടുക്കുക. എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അപ്പനും അമ്മയും വന്ന് ബൈപോളർ മൂഡ് ഡിസോർഡറിൻ്റെ മരുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മരുന്ന് മേടിച്ച് കൊണ്ടുപോയിട്ട് അപ്പനും അമ്മയ്ക്കൊരു തോന്നലുണ്ട് പാരസെറ്റമോളും ബ്രൂഫിനും നിർത്തും പോലെ സൈക്യാട്രിക് മെഡിസിൻസും BP ഷുഗറിനുള്ള മെഡിസിൻസും നമുക്ക് തനിയെ നിർത്താനുള്ള അവകാശമില്ല. അത് ഡോക്ടറോട് അവകാശമില്ലെന്നല്ല, അത് അപകടം വരുത്തും. അത് ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ മാറ്റേണ്ടത്. ഈ മരുന്നുകൾ പെട്ടെന്ന് നിർത്തുമ്പോൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വട്ടില്ലാത്തവന് വട്ടുമുക്കും. ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഓൾവേസ് കെയർഫുൾ അബൌട്ട് കുട്ടികളുടെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതാണ്. കുറേ കുട്ടികളെ കാലങ്ങളോളം ഞാൻ പഠിച്ച് എൻ്റെ സറൗണ്ടിങ്സിലുള്ള കുട്ടികളെ പഠിച്ചു. ഇവരിൽ എന്താ സിമ്പതി ആൻഡ് എമ്പതി ഇല്ലാത്തത്? ഇവർ എന്തിനാ ഈ അലറുന്നത്? ഒരു വീടുകളിൽ നിന്ന് രാത്രി ഞാൻ ഉൾപ്പെടെ അമ്മമാർ കുട്ടികളെയും കൊണ്ട് ഓടുക അപ്പനെ പേടിച്ചിട്ട്, അപ്പൻ ജീവനും കൊണ്ട് ഓടുക മക്കളെ പേടിച്ചിട്ട്. ഞാനും അതിലോട്ടൊക്കെ എത്തുമോ എന്നെനിക്കറിയത്തില്ല. ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറഞ്ഞാൽ നല്ലൊരു പാരൻ്റ് അല്ല. കാരണം നമുക്ക് അപ്പന് അപ്പോൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറ്റം പറയുന്നതൊക്കെ അമ്മമാരെയാണ്. ഈ അപ്പൻ കൂടെ നിന്ന് വളർത്തിയെങ്കിൽ നമ്മുടെ 1-2 വയസ്സുള്ള പിള്ളേർക്ക് ഇങ്ങനെ വരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അപ്പൻ നൽകുന്നൊരു പ്രൊട്ടക്ഷനുണ്ട്. അതിനകത്താണ് അമ്മ ചെറിഷായാൽ മാത്രമേ കൊച്ചിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഐ ഹേറ്റ് പീപ്പിൾ. നമ്മുടെ സ്വന്തം ബീജമാണത്. അത് വേണ്ടാന്ന് വെക്കുന്നവരെ എന്ത് റീസണിലായാലും ഡാം ഷുവർ ദാറ്റ് നിങ്ങൾക്ക് കോടതിയുടെ പ്രൊട്ടക്ഷൻ കിട്ടും. ആ കുട്ടിയെ പോയി കാണാനും അതിന് കാശ് കൊടുക്കാനും ഉള്ളത് മസ്റ്റായിട്ട് കൊണ്ടുവരാനും പറ്റും. ഇനി അമ്മമാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനത് പഠിച്ചെടുത്തതാണ്. അപ്പൻ നമ്മളോട് എന്ത് തെറ്റോ ചെയ്യട്ടെ, ഐ മീൻ ഹസ്ബൻഡ്, അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ചെയ്തത് നമ്മളോടാണ്. നമുക്ക് ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട്. ആ കുട്ടിയോട് എന്താ കുട്ടി എന്താ അപ്പന് ചെയ്തിട്ടുള്ളത്? അപ്പോൾ അവർ തമ്മിൽ എന്തിനാ കാണാതിരിക്കുന്നത്? ലെറ്റ് ദം, അവർ കണ്ടോട്ടെ, മിണ്ടിക്കോട്ടെ. നമ്മൾ വലിയവർ തമ്മിലുള്ളല്ലേ പ്രശ്നം. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? എന്നെ നോക്കിയില്ല, അവൻ എന്തിനാ എൻ്റെ കുട്ടിയെ കാണുന്നത്? അവിടെ നശിക്കുന്നത് കുട്ടികൾ തന്നെ. അപ്പം സെപ്പറേറ്റ് ആയിട്ട് നിന്ന് കുറേ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് കേട്ടോ. എങ്ങനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ കുറേ ഒബ്സ്റ്റക്കിൾസ് പറ്റത്തില്ല. അത്രയും എന്നെ സഹായിച്ച കുറേ ബുക്കുകളാണ് ഈ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇങ്ങനെ കുറേ ബുക്കുകളുണ്ട്, കുറേ ബുക്കുകൾ. അതുവഴിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മൾട്ടി മില്യണർ ആയില്ല, പക്ഷേ 1000-ൽ പരം എനിക്കെതിരെ വന്ന ക്രൂരമായ അമ്പുകൾക്കെതിരെ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റി. സൂയിസൈഡ് ചെയ്തില്ല. ഒരു അച്ചീവ്മെൻ്റ് അല്ലേ ആണ് എന്ന് വിശ്വസിക്കുന്നു. സോ ബൈ ബൈ. ഇനിയും കുറച്ച് പറയാനുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സാമ്പത്തിക മേഖല തന്നെ തകരും. പൈസ കൊണ്ടുവന്ന് ഇങ്ങനെ 20-30 ആശുപത്രി കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഒരു ഡോക്ടറെ മുമ്പ് വെച്ച് ഇതാണോ ഇതാണോ മറ്റേതാണോ മറിച്ചതാണോ എന്ന് പറയുന്നത്. ഐ വോണ്ട് ടു സേവ് പീപ്പിൾ. അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാനവിടെ വലിയ ആളാവുന്നോ? ഞാനൊരു പേഷ്യൻ്റെ മുമ്പ് ചെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെനിക്ക് പൈസ തരുന്നു? ഇല്ല. എനിക്ക് പച്ചരിപ്പ് വാങ്ങിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ ചെയ്ത് ഇപ്പം നിൽക്കുന്നത്. ആളുകളോട് പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, 1000 രൂപ കൂട്ടിത്തരും എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ ദിസ് ഈസ് ദ റീസൺ. ഇതാണ് ഞാൻ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്, വളരെ. ആൻഡ് അങ്ങനെ ഒരാൾ ബുദ്ധിമുട്ടുന്നത് കാണാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ ബൈ ബൈ. വീണ്ടും കാണാം.